ഹലോ, എല്ലാവർക്കും ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നത്, അതായത് ട്രാൻസ്പെറൻ്റ് ആക്കി എടുക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്നാണ് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. അതിനു മുന്നേ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ ഈ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നതിന് നമ്മൾ വേറൊരു തേർഡ് പാർട്ടിയുടെ സഹായം യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ യൂസ് ചെയ്യുന്നത് വഴി അതിൽ പല ലിങ്കുകളും കാണും. നമ്മൾ ചിലപ്പം അറിയാതെ ആ ലിങ്കിൽ ടച്ച് ചെയ്യേണ്ടി വരും. അങ്ങനെ ടച്ച് ചെയ്യുന്നത് വഴി നമ്മളുടെ പ്രൈവസിനെ തന്നെ അത് വളരെ അധികം ദൂഷ്യം ചെയ്യുന്ന ഒന്നാണ്. അങ്ങനെയൊന്നും ആരും ചെയ്യരുത്. ഇതൊരൊറ്റ ആപ്ലിക്കേഷൻ വഴി നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് ഒരു വ്യക്തിയുടെ ഫോട്ടോ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ എടുക്കുന്ന ഫോട്ടോയിൽ നമുക്ക് തമ്പനയിലൊക്കെ ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അതെങ്ങനെയാണെന്ന് നമുക്കത് കണ്ടുവരാം. ഓക്കെ, അപ്പം ഞാനിവിടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത്. അത് ഞാനിവിടെ എടുത്തു. അതിനകത്ത് ഇവിടെ അപ്ലോഡ് ഇമേജ് എന്ന് പറഞ്ഞുകൊണ്ട് കിടപ്പുണ്ട്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണം. അപ്പം നേരെ നമ്മുടെ ഗ്യാലറിയിലേക്കാണ് കേട്ടോ പോകുന്നത്. ഗ്യാലറിയിൽ ചെല്ലുന്നു. അതിൽ നമുക്കൊരു യൂട്യൂബിലിടാനായിട്ട് ഒരു തമ്പനയിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പം അത് നമ്മളൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ ആയിട്ടാണ് നമ്മൾ അത് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഫോട്ടോ ഞാൻ കാണിക്കാം. ഈ ഫോട്ടോയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതാണ് ഞാൻ എടുക്കുന്നത്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് റിമൂവ് ചെയ്യണം. കാരണം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഇത് എനിക്ക് മാറ്റണം. അതിനായിട്ട് ഞാനിവിടെ ഫോട്ടോ സെലക്ട് ചെയ്തു. ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് നമ്മളിവിടെ ഈ മേലിൽ കാണുന്ന ടിക്കയിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുവാണ്. അപ്പോൾ ഇവിടെ കുറച്ച് സമയത്തിനുള്ളിൽ ഇവിടെ ആ ഫോട്ടോ കാണും. അതിങ്ങനെ നമ്മളത് ടച്ച് ചെയ്യുന്നു വേണ്ട, അത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരും. കണ്ടോ, ഇങ്ങനെ വരും. ഇങ്ങനെ വരുന്ന ഫോട്ടോ നല്ല ക്ലിയർ ആയിരിക്കും. എന്നിട്ട് നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് നമ്മുടെ ഫോട്ടോസിലേക്ക് മാറിക്കോളും. ഡൗൺലോഡ് ചെയ്യുമ്പം ഇങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. വേണ്ടേ, ഇങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മുടെ ഗ്യാലറിയിൽ പോയി നമുക്ക് ഈ ഫോട്ടോ ഒന്ന് നോക്കിയിട്ട് വരാം. ഇതുണ്ടോ, ഇങ്ങനെയായിരിക്കും കിട്ടുന്നത്. ഇനി ഇതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് കൂടി കാണിച്ച് ഞാൻ തരാം. ഞാനിവിടെ തമ്പനയിലൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് ക്യാൻവ ഉപയോഗിച്ചാണ് കേട്ടോ. ക്യാൻവ ഞാൻ പെയ്ഡാക്കിയല്ല ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഫ്രീ ആയിട്ട് കുറേ ഡിസൈൻസ് നമുക്കിതിനകത്ത് കിടപ്പുണ്ട്. ഞാനത് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അതിനായിട്ട് പ്രത്യേകം പൈസയൊന്നും ഞാൻ കൊടുത്തിട്ടില്ല. അപ്പം ഞാനിവിടെ സോഷ്യൽ മീഡിയ എടുത്തു. അപ്പോൾ എനിക്ക് യൂട്യൂബ് തമ്പനയിലാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. എന്നിട്ട് ഞാൻ അവിടെ എനിക്കിപ്പം വേണ്ടത് ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണല്ലോ എനിക്ക് വേണ്ടത്. അപ്പം ഞാനത് ഒന്നെങ്കിൽ ഇവിടെ കാണും, അല്ലെങ്കിൽ നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ബർത്ത്ഡേ സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ ബർത്ത്ഡേ തമ്പനയിൽ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിവിടെ വരും. ഇതുണ്ടോ, ഇവിടെ വരും. ഇവിടെ വരുന്ന സംഭവം ഇതിനകത്ത് നമുക്ക് ഇതൊക്കെ ഫ്രീ ആണ് കേട്ടോ. ഇതെല്ലാം ഫ്രീ ആണ്. ഈ പ്രോ എന്ന് എഴുതിയിരിക്കുന്നതെല്ലാം പെയ്ഡാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്കിതിനകത്തുനിന്ന് ഒരു ഫോട്ടോ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത് ഇതേണ്ട ഈ ഒരു ഫോട്ടോയാണ് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത്. ക്യാൻവയിൽ നിന്ന് ഞാനൊരു ഈ ഒരു ഫോട്ടോയാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്കിതിനകത്ത് ഒരൊറ്റ ഫോട്ടോ മാത്രം മതി. ബാക്കി ഞാൻ റിമൂവ് ചെയ്യാണ്. ഇതിൻ്റെ ഫ്രെയിമും റിമൂവ് ചെയ്തു. അപ്പോൾ എനിക്ക് ഈ ഫോട്ടോയ്ക്കകത്താണ് എനിക്ക് മറ്റേ ഫോട്ടോ ഞാൻ എടുത്തു വച്ചിരിക്കുന്ന ഫോട്ടോ ഉണ്ടല്ലോ, അതെനിക്ക് ആഡ് ചെയ്യണം. അപ്പം ഞാൻ ആ റിമൂവ് ഫോട്ടോ കൊടുത്തു. എന്നിട്ട് ഞാൻ ഗ്യാലറി പോയിട്ട് വേണ്ടേ ഞാൻ എടുത്തു വച്ചിരിക്കുന്ന ഫോട്ടോ ഇവിടെ അപ്ലോഡ് ചെയ്യുവാണ്.
ഇതാണ് ഇവിടെ ഞാൻ അപ്ലോഡ് ചെയ്തു. നമുക്കിതിനെ പലതരത്തിലും മാറ്റിയെടുക്കാം. ഇതല്ലേ, ഇത് ഇങ്ങനെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങണ്ടേ, ഇങ്ങനെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് കണ്ടോ, ഇവിടെ നമുക്ക് ഈ പേരിൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് പേരൊക്കെ എഡിറ്റ് ചെയ്ത് കൊടുക്കാം, പേര് മാറ്റാം. ഇതെൻ്റെ നാത്തൂൻ്റെ ബർത്ത്ഡേ ആണ്, അപ്പോൾ അവിടെ ജിനിന്ന് കൊടുക്കാം. ജിനി ബർത്ത്ഡേ പാർട്ടി എന്ന് കൊടുക്കാം. കണ്ടോ, ഇവിടെ നമുക്ക് കളറൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് കൊടുക്കാനായിട്ടൊക്കെ പറ്റും കേട്ടോ. ഇവിടെ നമുക്ക് ഡിസൈൻ കൊടുക്കാം, എന്തെങ്കിലുമൊക്കെ ഡിസൈൻ വേണമെങ്കിൽ, എലമെൻറ്റ്സ് വേണമെങ്കിൽ എലമെൻറ്റ്സ് കൊടുക്കാം. ക്യാൻവയിൽ ബർത്ത്ഡേ നടിച്ചു കൊടുത്താൽ ബർത്ത്ഡേയുടെ നമുക്ക് ഒരുപാട് ഇത് കിട്ടും. ബർത്ത്ഡേയുടെ ഒരുപാട് ഇത് കിട്ടും. ഒരുപാട് ഇതുണ്ടോ, ബർത്ത്ഡേ കേക്കിൻ്റെ ആണെങ്കിലും ഇതിനകത്ത് കുറേ പെയ്ഡുണ്ട്. പെയ്ഡൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. പെയ്ഡല്ലാതെ വേറെ ഒരുപാടുണ്ട്. ഇതേണ്ടേ, ഇതൊന്നും പെയ്ഡല്ല. ഇങ്ങനെയൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് ഒരു ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇത് നമുക്ക് ഇത് എങ്ങനെയാണ് ഇത് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇതിൻ്റെ മേളിൽ ഈ ആരോ ഉണ്ട്. ഈ ആരോയിൽ നമ്മൾ ഡൗൺലോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുക്കുന്നു. താഴെ ഡൗൺലോഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അത് കറക്റ്റായിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കിട്ടും. ഇനി നമുക്ക് ഗ്യാലറിയിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ആ ഫോട്ടോ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. ഇതേണ്ടേ ആ ഫോട്ടോ, ഇത് നമ്മൾ കണ്ട. ഇപ്പം ഇത്രയേ ഉള്ളൂ. അപ്പം എല്ലാവരും കണ്ടല്ലോ എങ്ങനെയാണ് ഒരു ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നതെന്ന്. വളരെ സിമ്പിളല്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. പുതിയ യൂട്യൂബേഴ്സൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഒരുപാട് റിസ്ക് എടുത്ത് ചെയ്യേണ്ട ഒന്നും കാര്യവുമില്ല. നമ്മൾ ക്യാൻവയിലാണെങ്കിലും നമ്മൾ പെയ്ഡ് കൊടുത്ത് ചെയ്യേണ്ട ഒരാവശ്യവും ഇല്ല. അതിനകത്ത് ഒരുപാട് ഫ്രീ ആയിട്ട് കിടക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്, ഡിസൈൻസുകളുണ്ട്. അത് നമുക്ക് ഇപ്പം നമുക്ക് ഫേസ്ബുക്കിൽ സ്റ്റാറ്റസ് ഇടണമെങ്കിലോ അല്ലെങ്കിൽ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടണമെങ്കിലോ ഇൻസ്റ്റാഗ്രാമിൽ ഇടണമെങ്കിലോ എങ്ങനെ വേണമെങ്കിലും നമുക്കത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഫേസ്ബുക്കിൽ നമുക്കൊരു സ്റ്റാറ്റസ് വേണമെന്നുണ്ടെങ്കിൽ അത് എന്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് അവരോട് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ സംഭവത്തിനെ കുറിച്ചുള്ളതെല്ലാം അവിടെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോളുക, പറഞ്ഞുതരാം. അപ്പം എൻ്റെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ടാറ്റാ.